പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ +1ൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷനോട് കൂടി നമുക്ക് +1 ആരംഭിക്കാം. അല്ലെങ്കിൽ +1നെ സംബന്ധിച്ച് ആദ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതുവരെ നമ്മൾ കേരള സിലബസ്, CBSE എന്നിങ്ങനെ 2 സിലബസാണ് പഠിച്ചുകൊണ്ടിരുന്നത്. SCERT ടെക്സ്റ്റ് എന്നും NCERT ടെക്സ്റ്റ് എന്നും പറഞ്ഞ് 2 ടെക്സ്റ്റുകളാണ് 2 ആൾക്കാർ പഠിച്ചു. ഇനി മുതൽ നമ്മൾ +1 +2 എന്നീ ക്ലാസ്സുകളിൽ NCERT ടെക്സ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. NCERT ടെക്സ്റ്റ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾ ടെക്സ്റ്റ് എല്ലാവരും കണ്ടു കാണുമല്ലോ. NCERTയുടെ ടെക്സ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം അല്ലെങ്കിൽ CBSE, കേരള സിലബസ് എന്നിങ്ങനെ വ്യത്യാസമില്ലാതെ ഒറ്റ ടെക്സ്റ്റായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് 1 മുതൽ നമ്മൾ ഫോളോ ചെയ്തു വന്നതാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നൊരു വിഷയം. നമ്മൾ SLCയിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ 1 മുതൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ക്ലാസ്സിലും അതിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ അതിൻ്റെ അപ്ഡേഷനോ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ടാണ് നമ്മൾ പഠിച്ച് വന്ന് അങ്ങനെ നമ്മൾ 10ാം ക്ലാസ്സിൽ വന്ന് നിന്നു. 10ാം ക്ലാസ്സിൽ നിന്ന് +1 +2ലേക്ക് വരുമ്പോൾ കണക്ക് എന്ന് പറയുന്ന പുതിയൊരു തലത്തിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പുതിയൊരു രീതിയിലാണ് കണക്കുകൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പുതിയൊരു തരത്തിലുള്ള രീതിയിലുള്ള കണക്കുകളായിരിക്കും നമുക്ക് പഠിക്കാനുണ്ടാവുക. അതുകൊണ്ട് ഇതുവരെ നിങ്ങൾ കണക്കുകൾ പഠിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് കണക്കുകൾ അറിയില്ല, ഫ്രാക്ഷൻ, ഡെസിമൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരോട് ഒരു കാര്യമാണ് പറയുന്നുള്ളത്. നമ്മൾ 1ാം ക്ലാസ്സിൽ വന്നിരിക്കുന്നത് പോലാണ് +1ൽ വന്നിരിക്കുന്നത്. പുതിയ രീതിയിലുള്ള പുതിയ തരത്തിലുള്ള കണക്കുകളായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പം +1 നല്ല വൃത്തിയായിട്ട് പഠിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് +2 നല്ല രീതിയിൽ നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ കഴിയുള്ളൂ. +1 നിങ്ങൾ ഉഴപ്പിയാൽ അതിമുട്ട് പ്രയാസം നിങ്ങൾ +2ൽ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് +1 നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവർക്കും അഡ്മിഷനും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു. ക്ലാസ്സുകൾ ആരംഭിക്കാറായി. അപ്പോൾ ഇനിയും അഡ്മിഷൻ കിട്ടാത്തവർ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടാത്തവർ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കോഴ്സിന് അഡ്മിഷൻ കിട്ടാത്തവരൊക്കെ ഇപ്പോൾ ഇരുന്ന് വിഷമിക്കുന്നുണ്ടാവും. നമ്മൾ കുറച്ചുകൂടി പഠിച്ചിരുന്നെങ്കിൽ, 10ാം ക്ലാസ്സിൽ നല്ല രീതിയിൽ മാർക്ക് മേടിച്ചിരുന്നെങ്കിൽ നമുക്ക് ആഗ്രഹിക്കുന്ന കോഴ്സ് എടുക്കാമായിരുന്നു, ആഗ്രഹിക്കുന്ന സ്കൂളിൽ കയറാമായിരുന്നു എന്നൊക്കെ ഇപ്പോൾ വിഷമിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇപ്പോൾ വിഷമിക്കുന്നവരോടായിട്ട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. +1 +2 കഴിയുമ്പോൾ വീണ്ടും ഇതേപോലെ ഒരു അഡ്മിഷൻ കാലം വരും. അന്ന് നിങ്ങൾ ഇതേപോലെ ഇരുന്ന് വിഷമിക്കരുത്. അതിനുവേണ്ടി +1 +2 നല്ല രീതിയിൽ പഠിക്കുക. അതുകൊണ്ട് തന്നെ +1 +2 നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയട്ടെ. +1 +2 കാലം നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള പുതിയൊരു വഴിയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മൾ +1ൻ്റെ ഫസ്റ്റ് ക്ലാസ് തുടങ്ങുകയാണ്. ചാപ്റ്റർ 1 സെറ്റ്. എന്താ സെറ്റ്? നമ്മൾ സർവ്വസാധാരണയായിട്ട് ഉപയോഗിക്കുന്ന, നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സെറ്റ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ സ്കൂളുകളിലോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളിടത്തോ ഒരു ഗ്രൂപ്പ് ആളുകളെ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ, കുറേ കൂട്ടുകാർ ഒന്നിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ അവരെ നോക്കി പറയും അവരൊരു സെറ്റാണ് എന്ന് പറയും, അല്ലേ? അപ്പോൾ സെറ്റ് എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്ന് പറയുന്ന കൂട്ടം എന്നാണ്. കൂട്ടം. സെറ്റ് എന്ന് പറയുന്നതിന് കൂട്ടം എന്ന അർത്ഥമുണ്ട്, അല്ലേ? കളക്ഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ നമുക്കെന്തെന്ന് വിളിക്കാം? സെറ്റ് എന്ന് വിളിക്കാം. അപ്പം ഗ്രൂപ്പിനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ്, പുതുതായിട്ടൊന്നും പഠിക്കാനില്ല. സെറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിനെയാണ് സെറ്റ് എന്ന് വിളിക്കുന്നത്. പക്ഷേ എല്ലാ ഗ്രൂപ്പിനെയും സെറ്റ് എന്ന് വിളിക്കാൻ കഴിയുമോ? അതാണ് നമ്മൾ ചോദിക്കുന്നത്. എല്ലാ ഗ്രൂപ്പിനെയും സെറ്റ് എന്ന് വിളിക്കാൻ കഴിയുമോ? അതാണ് നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. നോക്കാം. ഇവിടെ നമ്മൾ കുറച്ച് സെറ്റ് എഴുതുന്നു, അല്ലെങ്കിൽ കുറച്ച് ഗ്രൂപ്പുകൾ എഴുതുന്നു. 2 ആയിട്ടാണ് ഞാൻ ഗ്രൂപ്പുകൾ എഴുതുന്നത്. ആദ്യത്തെ കോളത്തിൽ ഞാൻ നിങ്ങളോട് പറയാം. ആദ്യത്തെ ഗ്രൂപ്പിൽ നമ്മൾ എഴുതുന്നു നാച്ചുറൽ നമ്പേഴ്സ്. ഞാൻ പറയുന്നു നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് എഴുതുക, ഒരു സെറ്റ് എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾ നാച്ചുറൽ നമ്പർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നാച്ചുറൽ നമ്പർ എഴുതുമല്ലേ? 1, 2, 3, 4 എന്നും പറഞ്ഞ് നാച്ചുറൽ നമ്പർ ഇങ്ങനെ അങ്ങോട്ട് എഴുതും. ഓഡ് നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ എഴുതും 1, 3, 5, 7 എന്നും പറഞ്ഞ് ഇങ്ങനെ എഴുതും, അല്ലേ? ഈവൻ നമ്പർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതും 2, 4, 6, 8 എന്നും പറഞ്ഞ് എഴുതും, അല്ലേ? മനസ്സിലായോ? നമ്മൾ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ആൽഫബറ്റിനകത്തിലെ വൊവൽസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതും AEIOU എഴുതും, അല്ലേ? ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വൊവൽസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതും AEIOU എന്ന് എഴുതും, അല്ലേ? അതേപോലെ ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതും, അല്ലേ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഐസോസിലസ് ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ എഴുതും, അല്ലേ? ഇനി അടുത്തത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്,
ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു 10 മൂവിയുടെ പേര് എഴുതാൻ പറയുന്നു. 10 മൂവി അല്ലേ, 10 സിനിമയുടെ പേര് എഴുതാൻ പറയുന്നു. അല്ലെങ്കിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ 10 ബുക്കുകളെക്കുറിച്ച് എഴുതാൻ പറഞ്ഞു. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 10 ബുക്കുകൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതും അല്ലേ. 10 ബുക്കുകൾ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതും. അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള 5 ആക്ടേഴ്സിൻ്റെ പേര് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതും. 5 ആക്ടേഴ്സിൻ്റെ പേര് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതും അല്ലേ. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള 6 അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കുറച്ച് സ്കൂളിൻ്റെ പേര് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എഴുതും അല്ലേ. സ്കൂളിൻ്റെ പേര് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതും അല്ലേ. ഇത് ഇവിടെയൊക്കെ നോക്കിയേ, ഇവിടെ നമ്മൾ 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. 2 രീതിയിലുള്ള സെറ്റുകളെക്കുറിച്ച് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. റൈറ്റ് സൈഡിൽ നമ്മൾ റെഡ് മഷിയിൽ കുറേ സെറ്റുകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പുറത്തെ ബ്ലൂ ഇങ്കിനകത്തിൽ ബ്ലൂ മഷിയിൽ നമ്മൾ കുറേ സെറ്റുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. ഈ 2 സെറ്റുകളെ തമ്മിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പർ, ഈ നാച്ചുറൽ നമ്പറിനെ സംബന്ധിച്ച് നമ്മൾ ആരോട് ചോദിച്ചാലും ഏത് ആൻസറേ കിട്ടത്തുള്ളൂ. 1, 2, 3, 4 എന്നും പറഞ്ഞുള്ള ആൻസറേ കിട്ടത്തുള്ളൂ. ആരോട് ചോദിച്ചാലും എന്ത് കിട്ടും, ആ ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ആരോട് ചോദിച്ചാലും നമുക്ക് 1, 3, 5, 7 എന്നും പറഞ്ഞ നമ്പേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. ഈവൻ നമ്പേഴ്സ് ചോദിച്ചാലോ 2, 4, 6, 8 എന്ന് പറഞ്ഞ നമ്പർ ആയിരിക്കും കിട്ടുന്നത് അല്ലേ. ഇംഗ്ലീഷ് വൊവൽസ് ആരോട് ചോദിച്ചാലും AEIOU എന്ന് പറയുന്ന ഇംഗ്ലീഷ് ലെറ്റേഴ്സേ കിട്ടത്തുള്ളൂ ആരോട് ചോദിച്ചാലും അല്ലേ. ഇനി എത്ര ടൈപ്പ് അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ട്രയാങ്കിൾ ചോദിച്ചാലും ആ ടൈപ്പ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലേ. ആ ട്രയാങ്കിളിൻ്റെ ടൈപ്സ് ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണോ ആൻസർ അതായിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഈ ചോദ്യം ഞാൻ ഈ സൈഡ് എഴുതിയേക്കുന്ന റെഡ് ഇങ്കിനകത്തിൽ എഴുതിയേക്കുന്ന ഈ ചോദ്യങ്ങൾ ആരോട് ചോദിച്ചാലും എനിക്ക് എന്ത് കിട്ടും, ഈ ആൻസറേ കിട്ടത്തുള്ളൂ. വേറൊരു ആൻസറും ഇതിനകത്തിൽ വരില്ല. പക്ഷേ ഇപ്പുറത്ത് ബ്ലൂ ഇങ്കിൽ എഴുതിയേക്കുന്ന ആൻസറുകളൊന്നും നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ബ്ലൂ ഇങ്കിനകത്ത് 10 മൂവീസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എഴുതുന്ന 10 മൂവീസ് ആയിരിക്കത്തില്ല നിങ്ങൾ ഓരോരുത്തരും എഴുതുന്നത് അല്ലേ. 10 ബുക്കുകളെ കുറിച്ച് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതുന്ന ബുക്കുകളുടെ പേരായിരിക്കില്ല നിങ്ങൾ ഓരോരുത്തരും എഴുതുന്നത്. 5 ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട 5 ആക്ടേഴ്സ് ആയിരിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 5 ആക്ടേഴ്സ് അല്ലേ. അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിക്കുന്ന 5-6 സ്കൂളായിരിക്കില്ല നിങ്ങൾ എഴുതുന്ന 6 സ്കൂൾ അല്ലേ. പക്ഷേ ഇവിടെ പലരുടെയും ആൻസർ എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. പലരുടെയും ആൻസർ ഡിഫറൻ്റ്. അപ്പോൾ ഈ ഒരു സൈഡിലാണെങ്കിൽ റെഡിങ്ങിനകത്ത് എഴുതി വെച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആരോട് ചോദിച്ചാലും നമുക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ആൻസർ ആയിരിക്കും കിട്ടുന്നത് അല്ലേ. ആരോട് ചോദിച്ചാലും ഈ ആൻസർ തന്നെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ബ്ലൂ ഇങ്കിൽ എഴുതിയേക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് ആൻസർ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ എഴുതിയ 2 സെറ്റുകളിൽ നിന്നും നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്ന സെറ്റ് എന്നുള്ളത് ഏതാണ്, നമ്മുടെ റെഡിങ്ങിനകത്തിൽ എഴുതിയേക്കുന്നതാണ് എന്ന് ചോദിച്ചാൽ ആ സെറ്റിനെ കുറിച്ച് ആരോട് ചോദിച്ചാലും ഒരേ ആൻസർ ആയിരിക്കും കിട്ടുന്നത്. സെറ്റിന് നമ്മുടെ ഈ ചാപ്റ്ററിനകത്ത് ഉദ്ദേശിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, അത് ആരോട് ചോദിച്ചാലും ഒരേ ആൻസർ കിട്ടുന്ന ചോദ്യം അല്ലെ. ആരോട് ചോദിച്ചാലും നമുക്ക് എന്ത് കിട്ടും, ഒരേ ആൻസറേ കിട്ടത്തുള്ളൂ. അതിനെയാണ് നമ്മൾ സെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആരോട് ചോദിച്ചാലും അതിന് ഒരു ഡെഫിനിഷനേ ഉള്ളൂ, ഒരർത്ഥമേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ സെറ്റിൻ്റെ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. എന്താ, എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്. ഇതെന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ കുറേ കാര്യങ്ങളുടെ കുറേ ഡേറ്റാസിൻ്റെ കളക്ഷനാണ്. പക്ഷേ അത് വെൽ ഡിഫൈൻഡ് ആണ്. ആരോട് ചോദിച്ചാലും ആ ഒരു ആൻസറേ കിട്ടത്തുള്ളൂ. അതിന് വേറെ ഡെഫിനിഷനൊന്നുമില്ല. ആരോട് ചോദിച്ചാലും ഒരേ ആൻസറേ നമുക്ക് ലഭിക്കത്തുള്ളൂ. അതിനെയാണ് സെറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ സെറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വെൽ ഡിഫൈൻഡ് ആയിരിക്കും. അത് നിർവചിച്ച് വെച്ചിരിക്കുന്നതായിരിക്കും. ആരോട് ചോദിച്ചാലും അതിനൊരു നിർവചനമേ കാണത്തുള്ളൂ. അതിന് വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ ആണോ പറഞ്ഞത്? ഇനി നമുക്ക് ഈ സെറ്റിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പഠിക്കാം. സെറ്റിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ബേസിക് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇത് നോക്കി, നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് ആൽഫബറ്റിനകത്തിലെ വൊവൽസ് നമ്മൾ എഴുതിയല്ലേ. ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്നു ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വൊവൽസിനെ കുറിച്ച് എഴുതാൻ പറയുന്നു. നമ്മൾ എഴുതുന്നു AEIOU അല്ലേ. ഇംഗ്ലീഷ് ആൽഫബറ്റിനകത്തിലെ വൊവൽസിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞു, എഴുതി. നമ്മുടെ ഈ പാടോടൊരു സെറ്റ് എഴുതാൻ പറയുമ്പോൾ നമ്മളോടൊരു സെറ്റ് എഴുതാൻ പറയുന്നു, ഇംഗ്ലീഷ് ആൽഫബറ്റിനകത്തിലെ വൊവൽസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ആയിരിക്കും ആ സെറ്റ് എഴുതേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ആ ഡേറ്റ ഉണ്ടല്ലോ, ഇവിടെ ആൽഫബറ്റ് വൊവൽസ് കണ്ടുപിടിച്ചു അല്ലേ. ആൽഫബറ്റിനകത്തിലെ വൊവൽസ് നമ്മൾ കണ്ടുപിടിച്ചു. ആ വൊവൽസിനെ എന്ത് കേളി ബ്രാക്കറ്റിനകത്ത് ഇടണം. ഒന്നാമത്തെ കണ്ടീഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്ന ഡേറ്റാസിനെ എന്ത് ചെയ്യണം, കേളി ബ്രാക്കറ്റിനകത്ത് ഇടണം. കേളി ബ്രാക്കറ്റ്. എന്നിട്ട് അതിനകത്തിലെ ഓരോ
ഒബ്ജക്റ്റിനെയും അതിനകത്തിലെ ഓരോ ഒബ്ജക്റ്റിനെയും കോമ വെച്ച് വേർതിരിക്കണം. ഓരോ ഒബ്ജക്റ്റിനെയും എന്ത് ചെയ്യണം? കോമ വെച്ച് വേർതിരിക്കണം. ഓരോ ഒബ്ജക്റ്റിനെയും കോമ വെച്ച് വേർതിരിക്കണം. ഒരു സെറ്റ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു സെറ്റ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കി. എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ കളക്ട് ചെയ്തേക്കുന്ന ഡേറ്റാസിനെ ഒരു കേളി ബ്രാക്കറ്റിൽ ഇടണം അല്ലേ. അതിലെ ഓരോ ഒബ്ജക്റ്റിനെയും എന്ത് ചെയ്യണം? ഓരോ കോമ വെച്ച് വേർതിരിക്കണം. ഓരോ ഒബ്ജക്റ്റിനെയും കോമ വെച്ച് വേർതിരിക്കണം. നമുക്ക് കിട്ടുന്ന ഈ ഓരോ ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ഓരോ ഡേറ്റ ഉണ്ടല്ലോ, അതിനെ നമ്മൾ എലമെൻറ്റ് എന്ന് വിളിക്കുന്നു. എലമെൻറ്റ് എന്ന് വിളിക്കുന്നു. എന്തെന്ന് വിളിക്കുന്നു? എലമെൻറ്റ് എന്ന് വിളിക്കുന്നു. ഓരോ ഡേറ്റയും എലമെൻറ്റ് എന്ന് വിളിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഒബ്ജക്റ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അതിനെ ഒബ്ജക്റ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ മെമ്പേഴ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ മെമ്പേഴ്സ് എന്ന് വിളിക്കാം. മനസ്സിലായോ? നമ്മൾ കളക്ട് ചെയ്യുന്ന ആ ഡേറ്റാസ് ഉണ്ടല്ലോ, അതിനെ ഓരോന്നിനെയും എലമെൻ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ. അപ്പം സെറ്റിനകത്തുള്ള ഓരോ പാർട്ടിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? എലമെൻ്റ് എന്ന് വിളിക്കാം, ഒബ്ജക്റ്റ് എന്ന് വിളിക്കാം, മെമ്പേഴ്സ് എന്ന് വിളിക്കാം. ഈ സെറ്റിന് എപ്പോഴും ഒരു പേര് കൊടുക്കണം. സെറ്റിന് എപ്പോഴും ഒരു പേര് കൊടുക്കണം. അത് ഇംഗ്ലീഷ് ആൽഫബറ്റിനകത്തിലെ ഏതെങ്കിലും ഒരു ലെറ്റർ ഉപയോഗിച്ചായിരിക്കും നമ്മൾ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഏതെങ്കിലും ഒരു ലെറ്റർ വെച്ചായിരിക്കും നമ്മൾ സെറ്റിന് പേര് കൊടുക്കുന്നത്. ഇവിടെ നോക്കി, ഇത് എ എന്ന് പറയുന്നൊരു സെറ്റാണെന്ന് പറയാം. എ എന്ന് പറയുന്ന സെറ്റ്. അപ്പം സെറ്റിന് പേര് കൊടുക്കുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചായിരിക്കും. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചായിരിക്കും നമ്മൾ സെറ്റിന് പേര് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി സെറ്റിനകത്തുള്ള ഈ എലമെൻ്റ് ഉണ്ടല്ലോ, ഇതിനകത്തുള്ള ഡേറ്റാസ്, ഈ എലമെൻറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ വെച്ചായിരിക്കും. സ്മോൾ ലെറ്റേഴ്സ് വെച്ചായിരിക്കും നമ്മൾ എലമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചും ഒരു എലമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചുമായിരിക്കും. ഓക്കെ ആണല്ലോ? ഇവിടെ നോക്കിയേ, എ എന്ന് പറയുന്ന ഈ സെറ്റിനകത്തുള്ള ഒരാളാണ് അല്ലേ. എ എന്ന് പറയുന്ന ഈ സെറ്റിനകത്തുള്ള ഒരാളാണ്. അതിനെ നമ്മൾ എഴുതുന്നത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ സെറ്റ് എ. എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സെറ്റ് എ. എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സെറ്റ് എ. എന്താ പറഞ്ഞിരിക്കുന്നത്? എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സെറ്റ് എ. എ എന്ന് പറയുന്ന ഈ ലെറ്റർ ഉണ്ടല്ലോ, അത് സെറ്റ് എക്കകത്ത് നമ്മൾ ഈ സെറ്റിനൊരു പേര് കൊടുത്തായിരുന്നു. എ എന്ന് പറയുന്ന പേര് കൊടുത്തു അല്ലേ. ഈ സെറ്റിനകത്തുള്ള ഒരു എലമെൻ്റാണ് ഈ സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ ഇങ്ങനൊരു സൈൻ, ഇങ്ങനെ കണ്ടോ, ഈ സൈൻ്റെ പേര് എപ്സിലോൺ എന്നാണ്. ഇതിനെ നമ്മൾ വായിക്കുന്നത് എ ബിലോങ്സ് ടു എ. സ്മോൾ ലെറ്റർ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലെറ്റർ എ. ഈ അല്ലെങ്കിൽ ഈ സിമ്പിളിനെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ബിലോങ്സ് ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി മുതൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? എ എന്ന് പറയുന്നത് ഈ സ്മോൾ എ എന്ന് പറയുന്നത് ഒരു എലമെൻ്റ് ആണ്. അത് ഈ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റിനകത്തിലെ എലമെൻ്റ് ആണ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ആണ്. ആ എലമെൻറ്റ് ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറയുന്ന സെറ്റിനകത്തിലെ ഒരു എലമെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സൈന് നമ്മൾ എന്തെന്ന് വിളിക്കും? ബിലോങ്സ് ടു എന്ന് വായിക്കും. ബിലോങ്സ് ടു. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് വായിക്കും? എ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലെറ്റർ എ. എ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറയുന്ന സെറ്റിനകത്തിലെ ഒരു എലമെൻ്റ് ആണ് സ്മോൾ ലെറ്റർ എ. മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? ഇല്ലെങ്കിൽ നമുക്ക് എ എലമെൻറ്റ് ഓഫ് എ എന്നും വിളിക്കാം. എ എലമെൻറ്റ് ഓഫ് സെറ്റ് എ എന്ന് വിളിക്കാം. എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സെറ്റ് എ. ഇങ്ങനെയും ഇതിനെ വായിക്കാം. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ പറയാണ് ഇ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എക്കകത്തിലെ എ എന്ന് പറയുന്ന സെറ്റിനകത്തൊരു എലമെൻ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? നോക്കി, ഇ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ എ, അല്ലെങ്കിൽ ഇ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലെറ്റർ എ സെറ്റ് എ. ഇ ബിലോങ്സ് ടു സെറ്റ് എ. ഓക്കെ ആണല്ലോ? അങ്ങനെ ഓരോ എലമെൻറ്റിനും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പറയും: ഐ ബിലോങ്സ് ടു എ, ഒ ബിലോങ്സ് ടു എ, യു ബിലോങ്സ് ടു എ. ഓക്കെ ആണല്ലോ? ഇനി ബി എന്ന് പറയുന്ന ഒരു ലെറ്റർ എടുക്കുക. ബി നോക്കിയേ, സ്മോൾ ലെറ്റർ ബി ഇതിനകത്തിലെ എലമെൻ്റ് ആണോ? എ എന്ന് പറയുന്ന സെറ്റിനകത്തിലെ എലമെൻ്റ് അല്ല ബി അല്ലേ. എ എന്ന് പറയുന്ന സെറ്റിനകത്തിലെ ഒരു എലമെൻ്റ് അല്ല ബി. അതിനെ നമ്മൾ എങ്ങനെ എഴുതും? നോക്കിയേ, ബി ഈസ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ. കണ്ടോ, ഇങ്ങനൊരു കുറുകെ ഒരു വെട്ട് കൊടുത്താൽ മതി. എന്താ അതിനർത്ഥം? ബി ഡസ് നോട്ട് ബിലോങ്സ് ടു എ. ബി ഡസ് നോട്ട് ബിലോങ്സ് ടു എ എന്ന് വെച്ചാൽ ബി എന്ന് പറയുന്ന എ എന്ന് പറയുന്ന സെറ്റിനകത്തിൽ ഒരു എലമെൻ്റ് അല്ല. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് പറയാം ബി ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് സെറ്റ് എ. ബി എന്ന് പറയുന്നത് സെറ്റ് എക്കകത്തൊരു എലമെൻ്റ് അല്ല എന്ന് പറയും. ഓക്കെ. അപ്പോൾ നമ്മൾ സെറ്റിനെ കുറിച്ചൊരു ചെറിയൊരു ഡെഫിനിഷനാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്?
എന്താ പറഞ്ഞാൽ സെറ്റിന് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഒരു കേർലി ബ്രാക്കറ്റിനുള്ളിലായിരിക്കും എഴുതുന്നത്. സെറ്റിന് എപ്പോഴും നമ്മൾ കേർലി ബ്രാക്കറ്റിനുള്ളിലായിരിക്കും എഴുതുന്നത്. ഓക്കെ, ആ സെറ്റിന് നമ്മളെപ്പോഴും ഒരു പേര് കൊടുക്കും. ആ പേര് ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റർ ഏതെങ്കിലും ആയിരിക്കും, ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്ററിൽ ഏതെങ്കിലും ആയിരിക്കും. ഇതിനകത്തുള്ള ഡേറ്റാസിനെ അല്ലെങ്കിൽ ഈ സെറ്റിനകത്തുള്ള ഡേറ്റാസിനെ നമ്മൾ കോമയിട്ട് വേർതിരിക്കണം. അതിലെ ഓരോ ഡേറ്റയെ നമ്മൾ എന്തെന്ന് വിളിക്കും, എലമെൻറ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്ന് വിളിക്കും. എലമെൻറ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്ന് വിളിക്കും അല്ലേ. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ബിലോങ്സ് ടു പഠിച്ചു അല്ലേ. ബിലോങ്സ് ടു എന്താണെന്ന് പഠിച്ചു. ഓക്കെ ആണല്ലോ, ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി നോക്കിയേ. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റിന് പേര് കൊടുക്കുന്ന പഠിച്ചു. സെറ്റിന് പേര് കൊടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞു, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് സെറ്റിന് പേര് കൊടുക്കുന്നതെന്ന് പഠിച്ചു അല്ലേ. ഇനി കുറച്ച് സെറ്റുകളുണ്ട്, അതിന് പെർമനൻ്റ് ആയിട്ട് ഓൾറെഡി പേരുകൾ ഉണ്ടായിരിക്കും. കുറച്ച് സെറ്റുകൾക്ക് പെർമനൻ്റ് ആയിട്ട് പേരുകൾ ഉണ്ടായിരിക്കും. ഉദാഹരണം, നാച്ചുറൽ നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ എൻ ഉപയോഗിച്ചായിരിക്കും. നാച്ചുറൽ നമ്പേഴ്സിനെ അല്ലെങ്കിൽ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ എൻ ഉപയോഗിച്ചായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു സെറ്റിന് നമ്മൾ എന്ത് കൊടുക്കണം, ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചാണ് പേര് കൊടുക്കുന്നത്. പക്ഷേ ചില സെറ്റുകൾക്ക് പെർമനൻ്റ് ആയിട്ട് പേരുകൾ കാണും. ഏതൊക്കെയായിരിക്കും, എന്താ, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ, എല്ലാ നാച്ചുറൽ നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സെറ്റുകൾക്ക് ക്യാപിറ്റൽ എൻ എന്ന് പേര് കൊടുക്കും. ഇനി നോക്കി അടുത്ത ഇസഡ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ്. എന്താ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്, 1 2 3 4 എന്ന് പറഞ്ഞ് നമ്മൾ എണ്ണാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്പേഴ്സാണ് നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്? ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ നോക്കി ഒരു സംഖ്യ ലൈനകത്ത് നമ്മൾ എഴുതാറുണ്ടല്ലോ, 1 2 3 4 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതാറുണ്ടല്ലോ. ഇങ്ങോട്ടും നമ്മൾ എഴുതാറുണ്ട് -1 -2 -3. ഇതിനെയാണ് ഇൻഡിജേഴ്സ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ എൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യും, ഇസഡ് എന്ന് പറയുന്നത് ഇൻഡിജേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഇതിനകത്ത് ഇസഡ് പ്ലസും ഇസഡ് നെഗറ്റീവും ഉണ്ട്. ഇസഡ് പ്ലസ് ഇസഡ് നെഗറ്റീവ്. ഇസഡ് പ്ലസ് എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യും, ഇസഡ് നെഗറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ ആണോ. അടുത്ത ക്യൂ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യും, ദ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പർ. എന്താ റാഷണൽ നമ്പർ? P/Q ഫോമിൽ എഴുതാൻ കഴിയുന്ന എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ റാഷണൽ നമ്പറായിട്ട് കൺസിഡർ ചെയ്യും. P/Q ഫോമിൽ എഴുതാൻ കഴിയുന്ന എല്ലാ നമ്പറിനെയും നമ്മൾ എന്തെന്ന് കൺസിഡർ ചെയ്യും, റാഷണൽ നമ്പർ എന്ന് കൺസിഡർ ചെയ്യും. എന്ന് വെച്ചാൽ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതുന്ന എല്ലാ നമ്പറും എന്തായിരിക്കും, റാഷണൽ നമ്പർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം, 5 എന്ന് പറയുന്നത് റാഷണൽ നമ്പർ ആണോ? അതെ. ഏതൊരു നമ്പറിൻ്റെ താഴെയും ഡിനോമിനേറ്ററായിട്ട് 1 ഉണ്ട്. അതുകൊണ്ട് ഏതൊരു നമ്പരും എന്തായിരിക്കും, റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇതിനകത്തിലുമുണ്ട് ക്യൂ പ്ലസ് എന്ന് വെച്ചാൽ പോസിറ്റീവ് റാഷണൽ നമ്പർ എന്നാണ് അർത്ഥം. ഇനി നോക്കിയേ, 6 എന്ന് പറയുന്നത് എന്താ, റിയൽ നമ്പർ. ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിനെയാണ് നമ്മൾ 6 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. എന്താ റിയൽ നമ്പേഴ്സ്? ഈ എല്ലാ നമ്പേഴ്സും കൂടെ കൂടുന്നതാണ് റിയൽ നമ്പേഴ്സ്. അതിനകത്ത് നാച്ചുറൽ നമ്പർ കാണും, വോൾ നമ്പർ കാണും, ഇൻഡിജേഴ്സ് കാണും, റാഷണൽ നമ്പറും കാണും. ഇതെല്ലാം കൂടെ ചേർന്നതാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സുകളുടെ സെറ്റിനൊക്കെ ഓൾറെഡി പെർമനൻ്റ് ആയിട്ട് എന്ത് കാണും, പേരുകൾ കാണും. അപ്പോൾ ഇനി ഇത് സെറ്റ് ഓഫ് എൻ എന്ന് പറയുമ്പോഴേ ആലോചിക്കണം, എന്തായിരിക്കും, നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റായിരിക്കും. ഓക്കെ ആണോ, മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ നമുക്ക് സെറ്റുകളൊന്ന് എഴുതി നോക്കാം. എൻ എന്ന് പറയുന്ന സെറ്റ് അല്ലേ. എൻ എന്ന് പറയുന്ന സെറ്റ് എന്തായിരിക്കും, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റായിരിക്കും അല്ലേ. അതിനെ എങ്ങനെ എഴുതുന്നത്, എൻ എന്ന് എഴുതിയിട്ട് നമ്മൾ കേർലി ബ്രാക്കറ്റ് ഇട്ടിട്ട് എന്ത് എഴുതും, 1 2 3 4 എക്സെട്ര ഇങ്ങനെ എഴുതും അല്ലേ. ഇതെന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റാണ്. അടുത്ത നമ്മൾ ഇൻഡിജേഴ്സിൻ്റെ സെറ്റ് എങ്ങനെ എഴുതും? ഇൻഡിജേഴ്സിൻ്റെ സെറ്റ് നോക്കിയേ ഇങ്ങനെ. ഓക്കെ, ഇൻഡിജേഴ്സിൻ്റെ സെറ്റ് എങ്ങനെ എഴുതും, -3 -2 -1 0 1 2 3 അല്ലേ. പിന്നെ അവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് എക്സെട്ര. ഓക്കെ ആണോ. ഇത് ഇൻഡിജേഴ്സിൻ്റെ സെറ്റ് എന്ന് വിളിക്കും അല്ലേ, ഇൻഡിജേഴ്സിൻ്റെ സെറ്റ്. അടുത്ത എന്തുവാ, റാഷണൽ നമ്പേഴ്സിൻ്റെ സെറ്റ്. എങ്ങനെ എഴുതാം നമുക്ക് റാഷണൽ നമ്പേഴ്സിൻ്റെ സെറ്റിനെ? 1/2 2 1/2 3 1/2
ഇങ്ങനെ അങ്ങോട്ട് എഴുതാം അല്ലേ. ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, റാഷണൽ നമ്പേഴ്സിൻ്റെ സെറ്റ് എന്ന് വിളിക്കാം, റാഷണൽ നമ്പേഴ്സിൻ്റെ സെറ്റ്. ഇനി നോക്കിയേ, റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിനെ എങ്ങനെ എഴുതാം. റിയൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ അതിനകത്ത് റാഷണൽ നമ്പർ കാണും, ഇറാഷണൽ നമ്പർ കാണും. എന്താ ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത്? ടി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും ഇറാഷണൽ നമ്പറിനെ. എന്താ ഇറാഷണൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ P/Q ഫോമിൽ എഴുതാൻ കഴിയാത്ത എല്ലാ നമ്പറിനെയും നമ്മൾ ഇറാഷണൽ നമ്പറായിട്ട് കൺസിഡർ ചെയ്യും. P/Q ഫോമിൽ എഴുതാൻ കഴിയാത്തത്, ഉദാഹരണം പൈ, √2, √3, √5, √7 ഇതേപോലുള്ള നമ്പറുകളെല്ലാം എന്തിലാണ് ഉൾപ്പെടുന്നത്? ഇറാഷണൽ നമ്പറിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഇറാഷണൽ നമ്പരും റാഷണൽ നമ്പരും വോൾ നമ്പർ. എന്താ വോൾ നമ്പർ? വോൾ നമ്പർ W കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. വോൾ നമ്പർ എന്താ? വോൾ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 മുതൽ തുടങ്ങുന്ന നമ്പർ, 0, 1, 2, 3 എന്ന് പറഞ്ഞു പോകുന്ന നമ്പേഴ്സിനെയാണ് വോൾ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, നാച്ചുറൽ നമ്പറിനകത്ത് 0 ഉൾപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് വോൾ നമ്പർ എന്ന് പറയുന്നത് 0, 1, 2, 3 എന്നും പറഞ്ഞ് തുടങ്ങുന്നു. അതിനെയാണ് വോൾ നമ്പർ എന്ന് പറയുന്നത്. അങ്ങനെ ഈ നമ്പറുകളെല്ലാവരും കൂടെ വരുന്നതാണ് എന്ന് പറയുന്നത്. -1 അല്ലെങ്കിൽ മൈനസ് നമ്പേഴ്സ് കാണും, 0 കാണും, ഫ്രാക്ഷൻ കാണും അല്ലേ, നാച്ചുറൽ നമ്പേഴ്സ് കാണും. അങ്ങനെ എല്ലാ നമ്പേഴ്സും കൂടെ ചേർന്ന് വരുന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് റിയൽ നമ്പർ എന്ന് പറയുന്നത്. അതിൻ്റെ സെറ്റിനെയാണ് റിയൽ നമ്പറിൻ്റെ സെറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ എന്താണ് സെറ്റ് എന്നുള്ളത്? സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്. ഓക്കെ ആണോ? ആ ഒരു ഇൻട്രൊഡക്ഷനോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിയുന്നു. അപ്പം നാളെ നമ്മൾ ഇതിൻ്റെ ബാക്കി ക്ലാസ്സിലായിട്ട് വരുന്നതായിരിക്കും. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്ത് കൂടിക്കോളുക. ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റു കൂട്ടുകാർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ രേഖപ്പെടുത്താവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ